കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല കുടിൽ കെട്ടിയുള്ള സമരം 15 ദിവസം പിന്നിട്ടു. ഇന്ന് ലേബർ കമ്മീഷണർ വിളിച്ച ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ. സംയുക്ത തൊഴിലാളി യൂണിയന്റെ സമരത്തിൽ വയനാട് കളക്ടർ ഇടപെട്ടതോടെയാണ് ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 200-ലധികം തൊഴിലാളികളാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 3 മാസത്തോളമായി സമരം നടത്തുന്നത്. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക എന്നതാണ് പ്രധാന ആവശ്യം. 2 ആഴ്ചയിലേറെയായി കുടിൽ കെട്ടി സമരം നടത്തുകയാണ് തൊഴിലാളികൾ. ഈ സമരം ഏതെങ്കിലും താൽക്കാലികമായ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല. തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ശരിയായ വിധം പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ. 20 വർഷത്തെ ബോണസ് നൽകുക, സർവീസിൽ നിന്ന് പിരിഞ്ഞ 100-ലധികം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി തുക നൽകുക, തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത PF വിഹിതം പ്രൊവിഡന്റ് ഫണ്ട് ബോർഡിൽ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ലാത്ത തരത്തിൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. 2015 മുതലുള്ള PF തൊഴിലാളികളിൽ നിന്ന് പിടിച്ചതും മാനേജ്മെന്റ് ഇതും അടച്ചിട്ടില്ല. അത് തന്നെ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ അരിയേഴ്സ് ഉൾപ്പെടെ വരുന്ന ഇതാണ് PFുമായി ബന്ധപ്പെട്ട്. ഉടമകളും തൊഴിലാളികളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടും പ്രശ്നത്തിൽ ആരും ഇടപെടുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംയുക്ത തൊഴിലാളി സമരസമിതിയുടെ തീരുമാനം. 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.